ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ദുബായിയുടെ സ്വന്തം ചൈന മാർക്കറ്റായ ഡ്രാഗൺ മാർട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അക്കൂട്ടത്തിൽ അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. ചൈനയ്ക്ക് പുറത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഓപ്പൺ ചെയ്ത ഒരു ഏറ്റവും വലിയ ചൈന മാർക്കറ്റാണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയിട്ടുള്ള വലിയൊരു ഷോപ്പിംഗ് സെൻ്ററാണ്, ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് ഡ്രാഗൺ മാർട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാഴ്ചകളിലൂടെ കാണാം. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ഇന്ന് നമുക്ക് ഡ്രാഗൺ മാർട്ട് വരെ പോയിട്ട് വരാം. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ മാത്രമേ ഡ്രാഗൺ മാർട്ടിലേക്കുള്ള ദൂരമുള്ളൂ. ഇതാണ് ഡ്രാഗൺ മാർട്ടിൻ്റെ പ്രധാന കവാടം. നമുക്ക് ഡ്രാഗൺ മാർട്ട് ഒന്ന് കാണുകയും ചെയ്യാം. എനിക്ക് ചില്ലറ ഷോപ്പിങ്ങും ഉണ്ട് ഡ്രാഗൺ മാർട്ടിൽ നിന്ന്. അപ്പം വൈകുന്നേരം എന്തായാലും സന്ധ്യയോടടുക്കുന്നു. ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം, ഷോപ്പിംഗ് നടത്താം. ഞങ്ങൾ അങ്ങനെ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രാഗൺ മാർട്ടിൻ്റെ പാർക്കിങ്ങിലൊക്കെ എത്തി. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. വേനൽക്കാലത്തിൻ്റെ അവസാന ഘട്ടമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ടെമ്പറേച്ചർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രാഗൺ മാർട്ടിലേക്ക് കയറി. ഡ്രാഗൺ മാർട്ടിനെ പറ്റി പറഞ്ഞാൽ ചൈനയ്ക്ക് പുറത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. 1.2 കിലോമീറ്റേഴ്സ് ആണ് ഡ്രാഗൺ മാർട്ടിൻ്റെ നീളം. നമുക്ക് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ തരം കസ്റ്റമറെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, സ്പോർട്സ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്താ പറയുക, ലൈറ്റിങ്സ്, ഫർണിച്ചേഴ്സ്, ടൂൾസ് ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന, ഇനിയിപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതുമുണ്ട്. എല്ലാത്തരം പ്രൊഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്ന ആൾക്കാരാണെങ്കിലോ, നമ്മളെ വീട് റിനോവേറ്റ് ചെയ്യുന്നതാണെങ്കിലോ, മോടി പിടിപ്പിക്കാനാണെങ്കിലോ അതിന് പറ്റുന്ന എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ഡ്രാഗൺ മാർട്ട്. ഇവിടെ ദുബായിലെ കസ്റ്റമേഴ്സ് മാത്രമല്ല, UAE കസ്റ്റമേഴ്സ് മാത്രം വരുന്നൊരു ഷോപ്പിംഗ് മാളല്ല. സൗദി അറേബ്യയിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെ ധാരാളം ആൾക്കാർ വന്നിട്ട് ബൾക്കായിട്ട് സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഡ്രാഗൺ മാർട്ട്. നമുക്ക് നല്ല ബാർഗെയിനിങ് കപ്പാസിറ്റിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വിലപേശി അത്യാവശ്യം നല്ല പ്രൈസിന് തന്നെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇവിടുന്ന്. ഇപ്പോൾ നമ്മളെ വീട് അലങ്കരിക്കാനായിട്ടുള്ള ഒരുപാട് ക്യൂരിയോസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല നല്ല കാർപ്പറ്റ്സ് അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ഫർണിച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഫാമിലി കസ്റ്റമേഴ്സിനാണെങ്കിൽ ഫുഡ് കോർട്ട് അവൈലബിൾ ആണ്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മാൾ ഇൻ UAE എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ഡ്രാഗൺ മാർട്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ ദൃശ്യങ്ങളും ഡ്രാഗൺ മാർട്ട് 1ലേതാണ്. നമുക്കൊരു ഡ്രാഗൺ മാർട്ട് 2 കൂടെ അവൈലബിൾ ആണ് ഇതിന് തൊട്ടടുത്ത് തന്നെ. ഡ്രാഗൺ മാർട്ട് 2നെ പറ്റി പറഞ്ഞാൽ അതൊരു നോർമൽ ട്രഡീഷണൽ ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഒരു സ്റ്റൈലിൽ പണിത ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. അവിടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ അതൊരു കുറേ കൂടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് മാളാണ്. ഇത് നമ്മുടെ ഒരു ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ബൾക്കായിട്ട് ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള
ഒരു മാളാണ് ഡ്രാഗൺ മാർട്ട് 1 എന്ന് പറയുന്നത്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കാരണവും. ഏകദേശം 6500ഓളം കാറുകളെ, വണ്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാർക്കിംഗ് സൗകര്യമുണ്ട് ഡ്രാഗൺ മാർട്ട് 1ഉം 2ഉം കൂടെ ചേർന്നിട്ട്. 2004 ഡ്രാഗൺ മാർട്ട് 1 ഉദ്ഘാടനം ചെയ്തത്. ഡ്രാഗൺ മാർട്ട് 2 2016 ഉദ്ഘാടനം ചെയ്തത്. അൽ അവീർ റോഡ് വഴിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴിയും നമുക്ക് ഡ്രാഗൺ മാർട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. സാധാരണ വീക്കെൻഡിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇന്നും ഒട്ടും മോശമായിരുന്നില്ല. നമ്മൾ ഈ ദുബായിൽ UAE താമസിക്കുന്നിടത്തോളം കാലം നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സും ലൈറ്റിംഗ് മെറ്റീരിയൽസും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത്. നമുക്ക് വേണ്ടുന്ന ഇത്തരം ലൈറ്റിങ്സും ബാക്കി അനുബന്ധമായ എല്ലാ സാധനങ്ങളും നല്ല മിതമായ നിരക്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടാറുണ്ട്. വേറെ ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെ പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ കാർപ്പറ്റ്, കർട്ടൻസ് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. സാധാരണ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അധികം എത്തിച്ചേരാത്ത ഒരു മാർക്കറ്റായിട്ടാണ് എനിക്ക് ഡ്രാഗൺ മാർട്ടിനെ തോന്നിയിട്ടുള്ളത്. ആൾക്കാർക്ക് കൂടുതൽ അറിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഷോപ്പിങ്ങും ഇവിടുന്ന് ചെയ്യാവുന്ന തന്നെയാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരം ഡ്രാഗൺ മാർട്ടിലാണ് ചിലവഴിച്ചത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ അത്തരം നോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഇന്നത്തെ സന്ധ്യ വളരെ മനോഹരമാണ്. ചൂടൊക്കെ കുറേ കുറഞ്ഞു സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.